ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി കുക്സ്. നമുക്കിന്ന് സുഖിയൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. സുഖിയൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്, അതിന് 1 കപ്പ് ശർക്കര, ഒരു നാളികേരം, ഇതിൻ്റെ 1/3 ഭാഗം നാളികേരം ചിരകിയതാണിത്, 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മൈദയുടെ പകുതി അരിപ്പൊടി എടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയാണ് സുഖിയൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ചെറുപയർ 3-4 വെള്ളത്തിൽ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പം തലേ ദിവസം രാത്രിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഒറ്റ വിസിൽ മതിയാകും. നമുക്ക് ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണം. ചെറുപയർ നന്നായി മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കുക. ഈ ഒരു പരുവത്തിൽ ചെറുപയർ നന്നായി മുങ്ങിക്കിടപ്പുണ്ട് വെള്ളത്തിനകത്ത്. ഈ ഒരു പരുവത്തിനകത്ത് വെള്ളം ഒഴിക്കുക, ഒരു വിസിൽ കേൾപ്പിക്കുക. ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കി കല്ല് കളഞ്ഞെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു വിസിലിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. ശർക്കരയെല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്. നമുക്ക് അരിച്ച് വേറൊരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിക്കാം. നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ ആവശ്യമായ മാവ് ഒന്ന് കലക്കി വയ്ക്കാം. ആദ്യം മൈദ ഒരു പാത്രത്തിലേക്ക് ഇടുക, അതിൻ്റെ ഒപ്പം ആ അരിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി, ഇത് 3ഉം കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം, അല്ലെങ്കിൽ മാവ് ഒരുപാട് വേസ്റ്റായി പോകും. വളരെ കുറച്ച് മതിയാവും നമുക്ക്. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. പാകമായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ശർക്കരയായിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഗ്യാസ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാൻ. ഞാൻ ഒറ്റ വിസിൽ മാത്രമാണ് കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ശർക്കരയും ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് തേങ്ങയും ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം.
ഇത് നല്ലതുപോലെ കട്ടിയാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. നമുക്ക് ഉരുട്ടി എടുക്കണം. ആ പരുവത്തിൽ നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ കട്ടിയാക്കി എടുക്കണം. ഈ ശർക്കര എല്ലാം നന്നായിട്ട് യോജിക്കണം, നല്ല കട്ടിയാകണം. ഒരു 5 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഇത് കട്ടിയാകാൻ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. ഗ്യാസ് ഓഫ് ചെയ്യണം. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ചെറുപയർ എല്ലാം ഉരുട്ടിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകി കൊടുക്കുക, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കയ്യിൽ. എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം. എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ചീനിച്ചട്ടിയിലേക്ക്. എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് മാവിനകത്തേക്ക് മുക്കിയിടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് മുക്കുക, മാവിൽ മുക്കുക, എണ്ണയിലിടുക. തിരിച്ചിട്ട് കൊടുക്കണം. പുറമേയുള്ള ആ മാവെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇതായിട്ടുണ്ട്. ഈ എണ്ണയിലുള്ള ഈ മാവ് ഇങ്ങനെ കൊഴിഞ്ഞു വീണതൊക്കെ നമുക്ക് മാറ്റിക്കളയാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതേപോലെ എല്ലാം മാവിനകത്ത് മുക്കി നമുക്ക് എല്ലാം വറുത്തെടുക്കാം. നമ്മളിത് എണ്ണയിൽ ഇട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. സുഖിയൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.